വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു കേക്ക് റെസിപ്പിയാണ്. ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ ഈ കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ക്യാരറ്റ് കേക്കിന് ഒരു അത്യാവശ്യം കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാരമലൈസ് ചെയ്ത് ചേർക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കളർ ചേർത്താലും മതി. ഏത് പാത്രത്തിലാണോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്തെടുക്കുന്നത് ആ ഒരു ഗ്ലാസ്സിലോ പാത്രത്തിലോ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ എടുത്താൽ മതിയാകും. പഞ്ചസാര ഇങ്ങനെ കാരമലൈസ് ചെയ്യാനായി നമ്മൾ പാനിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇത് ഇളക്കുകയൊന്നും ചെയ്യരുത്. ഇത് നന്നായിട്ട് മെൽറ്റായി ഇതുപോലൊരു കളറിൽ വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഈ പഞ്ചസാര എല്ലാം ഒന്ന് കട്ട പിടിച്ചതുപോലെ വരും. അത് കുഴപ്പമില്ല. വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നല്ല ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കളറ് ഈ കറക്റ്റ് കളറിൽ കിട്ടില്ല. അത്രമാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കാരമലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം ആദ്യം തന്നെ. അതിനുശേഷം കുറച്ച് ക്യാരറ്റ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി വേണം. അത്രയും ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ 2 കപ്പ് അളവിൽ മൈദാമാവാണ് എടുക്കുന്നത്. ഈ ഒരു മൈദാമാവിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് പഴകി പോകാത്ത അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് രണ്ടും ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മാവുമായിട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച്. ഇനി ഇതിലേക്ക് മാവ് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്രാനുൽ ഫോമിലുള്ള പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും ഈ ബട്ടറും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത ശേഷം ഈ ഒരു മിക്സിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മുട്ട കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ഒരളവിൽ മാത്രം ചേർത്താൽ മതിയാകും. ഒരുപാട് ബേക്കിംഗ് സോഡയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്ത് പൊട്ടിപ്പോകും. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം പഞ്ചസാരയൊക്കെ ഇതിലൊന്ന് അലിഞ്ഞ് ചേരണം. ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക നന്നായിട്ട് പഞ്ചസാരയുമായി ചേർത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിവിടെ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ പൊടികളെല്ലാം എടുത്തിട്ടുള്ള അതേ കപ്പിന് 1/2 കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്നാൽ മതി. ആദ്യം തന്നെ ഒരുപാട് പാല് ചേർത്ത് കൊടുക്കണ്ട. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആ മാവ് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു കേക്കിന് അത്യാവശ്യം ഒരു കളറ് കിട്ടും. ആർട്ടിഫിഷ്യലായിട്ടുള്ള കളർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണാനൊക്കെ നല്ല ഭംഗിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് മറ്റ് കളറുകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ബീറ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാനും ആ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് അലിഞ്ഞ് ചേരുകയും ചെയ്യും. ഞാൻ ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു വിസ്ക് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. മാവ് കട്ട കെട്ടുകയും ചെയ്യും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇതെല്ലാം ഒന്ന് മിക്സ് ആയ ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഈ ഒരു രീതിയിലാണ് വരാനുള്ളത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആദ്യം പാൽ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഈ സമയത്ത് ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഒരു കേക്ക് ട്രേയിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് ക്യാരറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് റേസിൻസും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ബേക്കായി കഴിയുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല, ഇതെല്ലാം ഉള്ളിൽ പോകും. എങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് തയ്യാറാക്കിയ ശേഷം ഇത് ഞാൻ അടുപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രമായാലും മതി. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ കേക്ക് ഏകദേശം ഒന്ന് ബേക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എയർ ഹോൾ ഞാൻ അടച്ചു കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എയർ ഹോൾ കുറച്ച് മൈദമാവ് ഒന്ന് പേസ്റ്റ് ആക്കിയ ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഏകദേശം ഒരു 45 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ടായിരുന്നു ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. 1-2 പോർഷൻസൊക്കെ ഒന്ന് കുത്തി നോക്കിയപ്പോൾ എല്ലായിടവും കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി. ഞാനിത് തണുക്കുന്നതിനൊക്കെ മുന്നേ തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. കുട്ടികളിങ്ങനെ കേക്ക് കഴിക്കാനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം ചൂടോടുകൂടി തന്നെ ഇത് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നിങ്ങളിത് കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം ചെയ്യുക. ഇതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടർ പേപ്പർ കൂടെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ സ്റ്റിക്കായിട്ട് ഈ കേക്കൊന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഇത് ഈ സമയത്ത് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അധികം അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തണുത്ത ശേഷം കട്ട് ചെയ്യുന്നതാവും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ ഈ ബട്ടർ പേപ്പർ കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് ഇനി ഇതൊന്ന് പീസസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാകും ഇത് എത്രത്തോളം തന്നെ സോഫ്റ്റ് ആണെന്നുള്ളത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചൂടോടുകൂടി കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് പൊടിഞ്ഞു പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പൊടിയാതെയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് നിന്ന് ആവി പറക്കുന്നതേ ഉള്ളൂ. ഒട്ടും തന്നെ തണുത്തിട്ടില്ല. സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട് രാത്രിയിൽ. ഈ സമയത്ത് കഴിച്ചിട്ടേ കുട്ടികൾ കിടക്കൂ എന്നുള്ള വാശി കാരണം ഇത് കട്ട് ചെയ്യുന്നതാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നല്ലൊരു മണവും കൂടെയാണ്. ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർക്കുന്ന കാരണം ഇത് ബേക്കായി കഴിയുമ്പോഴേക്കും നല്ലൊരു മണം കൂടെയാണ്. അപ്പോൾ ഞാനിതെല്ലാം രാവിലെ ഒന്ന് പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് വളരെ ഹെൽത്തി ആയിട്ടാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നന്നായി ബട്ടറും കാര്യങ്ങളൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. രാത്രി 10 മണി സമയത്ത് ഈ കേക്ക് വളരെയധികം ടേസ്റ്റിയോടെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളിനെ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടെ കാണുക. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. To the city streets, we began to feel the fire.